ഗൈസ് അങ്ങനെ മനോലോ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ട്രൈ നേഷൻ ഫ്രണ്ട്ലി വിയറ്റ്നാമിൽ വെച്ച് വിയറ്റ്നാമിനെതിരെയും ലെബനോനെതിരെയും നടക്കാൻ പോകുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 26 അംഗ പ്രോബബിൾസിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് 3 പേരെ ഒമിറ്റ് ചെയ്തിരിക്കും. കാരണം 23 പേരായിരിക്കും വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാകുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻ്റൽ പീരീഡ് തന്നെയാണ് മനോലയെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് മാച്ചസ് ആണല്ലോ വരുന്നത്. കാരണം ആദ്യത്തെ 2 മാച്ചസ് കഴിഞ്ഞു. ഇപ്പം ഒക്ടോബറിൽ അടുത്ത രണ്ടാമത്തെ സെറ്റ് ഓഫ് മാച്ചസ് ആണ് വരാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തെ സെറ്റ് ഓഫ് ഒരു സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ആദ്യ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ സൈഡ് തന്നെയാണ്. പക്ഷേ ആ ഒരു വസ്തുതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലുകടിയൊക്കെ ഉള്ളൊരു സ്ക്വാഡാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം മിക്കവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന, അതായത് ഞാനും അതിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ചില പ്ലേയേഴ്സ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒഴിവാക്കും എന്ന് മിക്കവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന പല താരങ്ങൾ വീണ്ടും ഈ ഒരു ടീമിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. ഗോൾ കീപ്പിങ്ങിലേക്ക് വരുന്നൊരു സമയത്ത് വലിയ ചേഞ്ചസ് ഇല്ല. ഇതിൽ എനിക്ക് തോന്നുന്നു വിശാൽ ഖെയ്ത്ത് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വട്ടം ഗില്ലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അമരീന്ദറും ഗുർപ്രീതും ആണ് ബാക്കി 2 ഗോൾ കീപ്പേഴ്സ്. ഫോർ മീ പറയുകയാണെന്നുണ്ടെങ്കിൽ അമരീന്ദറിനേക്കാൾ ഇപ്പോൾ ബെറ്ററായിട്ട് കളിക്കുന്നത് ഗുർമീതാണ്. അപ്പം ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സിലൊക്കെ കുറച്ച് യങ് ഗോൾ കീപ്പേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സാണ് ഗുർപ്രീതും അമരീന്ദറും. അപ്പം അവർ മാച്ചസൊക്കെ കളിച്ചു വരുന്നത്. അപ്പം ഇവർക്കാണ് കൂടുതൽ ഇനി പറഞ്ഞ പോലെ ഒരു ഇത് മാച്ചസൊക്കെ കിട്ടേണ്ടത്. അപ്പം നിലവിലെ ഫോം അനുസരിച്ചൊക്കെ ഗുർമീത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ അദ്ദേഹം വരേണ്ടത് തന്നെയായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്നാലും ലാസ്റ്റ് ഇതിലുണ്ടായിരുന്ന ഗില്ലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഗില്ല് ISL ഒക്കെ ഇച്ചിരി മോശമായിട്ട് തന്നെയാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ഫാക്ടറായേക്കാം ഒഴിവാക്കിയതിൽ. ഇനി സെൻട്രൽ ബാക്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം പ്ലേയേഴ്സിനെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം രാഹുൽ ബേക്കെ, സന സിംഗ്, അൻവർ അലി, മെഹ്താബ് സിംഗ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. നേരത്തെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ജിങ്കൻ സ്റ്റിൽ ഇഞ്ചേർഡ് ആണ് എന്നുള്ള കാര്യം അറിയാം. പിന്നെ അങ്ങനെ ഉൾപ്പെടുത്താവുന്ന ഒരു പേരെന്ന നിലയിൽ നമുക്ക് വേറെ ആരെയും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ വിങ് ബാക്സ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 5 പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റൈറ്റ് ബാക്ക് എന്ന നിലയിൽ പൂജാരി ആൻഡ് ആഷിഷ് റായ് എന്നിവർ, ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ്, ആകാശ് സംഗ്വാൻ എന്നിവരെ ഉൾപ്പെടുന്നു. ആൻഡ് റോഷൻ സിംഗ് ആണ് മറ്റൊരു പ്ലെയറാണുള്ളത്. അപ്പം ഇതിൽ ആകാശ് സംഗ്വാനെയാണ് ഗോവയുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയറാണ് ഉൾപ്പെടുന്നത്. ജയ്ഗുപ്തെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ കഴിഞ്ഞ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട താരത്തെ ഒഴിവാക്കുന്നത് നമുക്ക് വേണം ജയ്ഗുപ്തയുടെ പേര് പറയാം. എനിക്കൊന്ന് ആകാശ് സംഗ്വാൻ ആദ്യമായിട്ടാണ് നാഷണൽ ഒരു കോളപ്പ് തന്നെ കിട്ടുന്നതെന്നും ഉള്ളതാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും, ഒരു ഹോൾഡേ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും യൂഷ്വൽ പ്ലേയേഴ്സിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു കുറച്ചും കൂടി ഡിഫൻസീവ് ടൈപ്പ് പ്ലേയേഴ്സ് എന്ന നിലയിൽ ജീക്സിനെ അപ്പോയെയും, സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ താപ്പയും സുരേഷിനെയും, പിന്നെ ഒരു പുതുമുഖം എന്ന നിലയിൽ നാംദയാണ് എടുത്തിട്ടുള്ളത്. സോ അത് നല്ലൊരു തന്നെയാണ്. പക്ഷേ താപ്പ നിരന്തരം ഇപ്പോൾ നാഷണൽ ടീമിലാണെങ്കിലും ISLലാണെങ്കിലും അത്ര മികച്ച രീതിയിലൊന്നും അല്ല കളിക്കുന്നത്. അദ്ദേഹം ഒരു 2 വർഷമായിട്ട് ഡൗൺ ആണ്. അപ്പം 1-2 മാച്ച് നന്നായിട്ട് കളിച്ചിൽ ഒഴിവാക്കുന്നതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് നിരന്തരം ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറെ, അതും ക്ലബ് ലെവലിലും കളിക്കുന്നില്ല, ISLലും അദ്ദേഹം മോശമായിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പം എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ഇപ്പം വിപിനാണെങ്കിലും പ്യൂട്ടി ആണെങ്കിലും ഒക്കെ ISLലാണെങ്കിലും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവർക്ക് ഇതുവരെ നാഷണൽ ടീമിൽ ഒരു കോളപ്പ് കിട്ടിയിട്ടില്ല. അവരെ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരുന്നു ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിഖിൽ പ്രഭു ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു പ്ലെയർ ആയിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്. പക്ഷേ അദ്ദേഹത്തിനും ഒരു വിളി വന്നില്ല. അവിടെ ഒരു സ്പേസ് ഇല്ലാത്തൊരു ഇതാണ്. കാരണം ഓൾറെഡി ജിക്സൺ അപ്പോയെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ആകെ വരുന്നത് ബ്രാൻഡൻ മാത്രമാണ്. സോ സഹൽ ഇഞ്ചേർഡാണ്, യാസർ ഇഞ്ചേർഡാണ് എന്നുള്ള സാഹചര്യത്തിലാണ്. ആ 2 താരങ്ങൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ ഇസാക്ക് ചിലപ്പോൾ ഒരു പിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒഡീഷയ്ക്ക് വേണ്ടി ലാസ്റ്റ് മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇസാക്ക്. അദ്ദേഹം ഒരു വൈറ്റ് നമ്പർ 10 എന്ന നിലയിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്പർ 10 ആയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇനി വിങ്ങേഴ്സ് അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് എന്ന നിലയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സ്ഥിരം കണ്ടിട്ടുള്ള ചില പ്ലെയേഴ്സിനെയും പുതുതായിട്ടുള്ള ചില പ്ലെയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ചാങ്ദേ, മൻവീർ, ലിസ്റ്റൻ, നന്ദ, വിക്രം, അതുപോലെ തന്നെ റഹീം അലി, ഫറൂഖ്, എഡ്മണ്ട് എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇതിൽ കഴിഞ്ഞ ഒരു ബാച്ചിൽ ഇല്ലായിരുന്ന ഒരു പ്ലെയർ വിക്രമാണ്. പിന്നെ റഹീം അലി ഇല്ലായിരുന്നു, അതുപോലെ ഫറൂഖും ഇല്ലായിരുന്നു.
സോ ഇവരൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എനിക്കൊരു എതിരഭിപ്രായമായിട്ട് തോന്നുന്നത്, ഇപ്പോൾ ഇതിൽ വിങ്ങേഴ്സ് ഏതാ ഫോർവേഡ്സ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റാ, അതായത് സെൻട്രൽ ഫോർവേഡ്സ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. കാരണം ക്ലബ്ബിൽ പലരും പല രീതിയിലൊക്കെയാണല്ലോ കളിക്കുന്നത്. എങ്കിൽ പറഞ്ഞല്ലോ ഇതിൽ നന്ദകുമാർ ഷെയർ കഴിഞ്ഞ 2 മാച്ചസ് മനോലയുടെ അണ്ടർ കളിച്ച് അത്ര ഇതിൽ കളിച്ചിട്ടില്ല. അതുമല്ല അദ്ദേഹത്തിന് നാഷണൽ ടീമിൽ കളിപ്പിച്ചപ്പോഴൊന്നും എനിക്ക് ആ നാഷണൽ ടീമുമായിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ എന്ന ലെവലിൽ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ലിസ്റ്റൻ്റെ കാര്യം എടുത്താലും ലിസ്റ്റൺ ഇപ്പോൾ ISL ഫോം ഔട്ടാണ്. നാഷണൽ ടീമിൽ അദ്ദേഹം ഇതുവരെ ഫോം ആയതായിട്ടുള്ള എനിക്കൊരു ഓർമ്മയില്ല. അദ്ദേഹം നാഷണൽ ടീമിൽ കുറേ നാളുകളായിട്ട് കളിക്കുന്നു, പക്ഷേ ഇതുവരെ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അദ്ദേഹം പെർഫോമൻസ് അത്ര ഒരു ഇമ്പ്രസീവ് ഒന്നും അല്ല. സോ ഇവർ രണ്ടുപേരെയും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നല്ല ഫോമിൽ കളിക്കുന്ന ജിതിൻ എംഎസിനൊരു പിക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. സോ വന്നിട്ടില്ല. കാരണം ജിതിൻ ഇപ്പം ഡ്യൂറൻ കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ISL നോക്കിക്കഴിഞ്ഞാലും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. ലാസ്റ്റ് സീസണിലാണെങ്കിലും നല്ല പെർഫോമൻസ് നടത്തിയൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു കോളപ്പ് വരുമെന്നുള്ളത് ഒരു പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ മൻവീറിനെ പറയാം, അല്ലെങ്കിൽ ഫറൂഖ് ചൗധരിയെ പറയാം, പിന്നെ റഹീമിനെ പറയാം, പിന്നെ എഡ്മണ്ടിനെ പറയാം. ഇവരാണ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിലുള്ളത്. പക്ഷേ സെൻറ്റർ ഫോർവേഡായിട്ട് തന്നെ കളിക്കുന്നൊരു പ്ലെയറായിട്ട് ഉള്ളൊരു താരമായിരുന്നു ഡേവിഡ്. ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് അദ്ദേഹം. ഇപ്പം AFCയിലും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പിലും ISL ആയിട്ട് കളിച്ചതിൽ 3 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇത് 3 ടൂർണമെൻറ്റ്സിലും അദ്ദേഹം ഓരോ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ISL മാച്ചിലാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. അദ്ദേഹം ഒരു നമ്പർ 9 ആയിട്ട് തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഈ ഒരു താരത്തിന് അങ്ങനെ അത്രയും ഗെയിം ടൈം കിട്ടുന്നില്ല. പക്ഷേ സെൻട്രൽ ഫോർവേഡ് എന്ന് പറയുന്നൊരു പൊസിഷൻ എക്സാക്റ്റ് കളിക്കുന്നൊരു പ്ലെയറെ പിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ റഹീം അലിയൊക്കെ ആണെങ്കിലും ഈ ISL ആസ് എ വിങ്ങർ, റൈറ്റ് വിങ്ങറൊക്കെ ആയിട്ടാണ് കളിച്ച് കണ്ടിരിക്കുന്നത്. അപ്പം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലുള്ളൊരു പ്ലെയർ ഉൾപ്പെടുത്താമായിരുന്നു തോന്നുന്നു. ഇനി ഈ ഒരു ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് നോക്കുമ്പം സ്ട്രെങ്ത് ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിൽ അത്യാവശ്യം നല്ല ഇപ്പം പറഞ്ഞ പോലെ അൻവർ, അതുപോലെ സന സിംഗ്, രാഹുൽ ബൈക്കെ, അങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സ് ഉണ്ട്. വിങ് ബാക്കിലാണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ചിലർക്കെങ്കിലും എതിരഭിപ്രായമൊക്കെ ഉണ്ട്. കാരണം പലരും സുഭാഷിഷ് ബോസിനെയൊക്കെ എടുത്ത് അതായത് നാഷണൽ ടീമിലൊക്കെ കളിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നൊരു പ്ലെയറാണ്. അതുപോലെ മൻവീറിൻ്റെ അടുത്തേലും പലരും ഇത് പറയുന്നുണ്ട്. പക്ഷേ മൻവീർ ആണെങ്കിലും എനിക്കൊന്ന് ലിസ്റ്റനെയും നന്ദയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഡീസൻ്റായിട്ട് കളിക്കും. ഈ അദ്ദേഹത്തെ സെൻട്രൽ ഫോർവേഡായിട്ട് കളിപ്പിക്കുമ്പം മോശമാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹം ക്ലബ്ബിൽ വിങ് ബാക്കിനെ പോലെയാണ് കളിക്കുന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതായത് ഒരു റൈറ്റ് വിങ്ങിലൊക്കെ ഒരു ഓപ്ഷൻ എന്ന നിലയിലൊക്കെ വെക്കാനും വലിയ കുഴപ്പമില്ല. ഒരു ഫിസിക്കൽ ഗെയിമിനും അങ്ങനത്തെ എല്ലാം പറ്റിയ പ്ലെയറാണ്. ഇനി ഈ ഒരു ടീമിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു അറ്റാക്കിംഗ് സൈഡ് നോക്കുമ്പോഴത്തേക്കും അതൊരു വീക്ക്നെസ് തന്നെയാണ് എന്നുള്ളതാണ്. വേറെ ഓപ്ഷൻസ് ഒരുപാടില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ഇനി ഈ ഒരു ടീമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോമി ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത്, സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും രാഹുൽ ബൈക്കെ ആൻഡ് അൻവർ, റൈറ്റ് ബാക്കിൽ ആശിഷ് റായ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്നൊരു സമയത്ത് റോഷൻ, ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ജിക്സൺ, അപ്പുയ ആൻഡ് ബ്രാൻഡൻ. ഇനി അറ്റാക്കിലേക്ക് വരുന്നൊരു സമയത്ത് ലെഫ്റ്റിൽ വിക്രം, റൈറ്റിൽ ചാങ്ദെ, സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ എഡ്മണ്ടിനെയാണ്. എനിക്ക് കുറച്ചും കൂടി ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റൻ്റ് എന്ന നിലയിൽ ഈ ഒരു ടീമിൽ തോന്നുന്നത് അദ്ദേഹത്തെയാണ്. അപ്പം സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ടീമിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, മറ്റഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമ്പോസിൽ എഴുതാൻ. മറ്റൊരു കാണിക്കാൻ സൈന്യം.